ദില്ലിയിൽ നിർണായക ചർച്ചകൾ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി കേരളത്തിന്റെ 3 നേതാക്കൾ. കൂട്ടായ്മയോടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും മത്സരിക്കുമെന്ന് അതിന് അർത്ഥമില്ലെന്ന് VM സുധീരൻ നിലപാട് എടുക്കുന്നുണ്ട്. നിർണായക തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി കോൺഗ്രസിന്റെ 3 നേതാക്കൾ ദില്ലിയിൽ സോണിയാഗാന്ധിയുമായാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് VM സുധീരൻ, മന്ത്രി രമേശ് ചെന്നിത്തലയും ആണ് സോണിയാഗാന്ധിയുമായി ചർച്ച നടക്കുന്നത്. ഒപ്പം AK ആന്റണിയും ഗുലാം നബി ആസാദും. ഇതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല പറഞ്ഞത് കൂട്ടായ്മയോടെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുമെന്ന് അർത്ഥമില്ല. ദില്ലി ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ UDF രാഷ്ട്രീയവും വരുന്ന തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും പരിശോധിക്കുമ്പോൾ ആദ്യം അതിഥികളായി N മാധവൻകുട്ടി, BJP സംസ്ഥാന വക്താവ് JR പത്മകുമാർ, KPCC സെക്രട്ടറിയും ടൂർക്കോ ചെയർമാനുമായ പഴകുളം മധു, മുതിർന്ന മാധ്യമപ്രവർത്തകരായ A സജീവനും J അജിത് കുമാറും. അതിഥികളിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, സ്ഥാനാർത്ഥി നിശ്ചയം അടക്കം UDF ഘടകകക്ഷികളുടെ സീറ്റ് വിതരണം അടക്കം ചർച്ച ചെയ്യാൻ നിർണായക യോഗം ദില്ലിയിൽ നടക്കുമ്പോൾ ആ യോഗത്തിൽ സോണിയാഗാന്ധിയുമായുള്ള ചർച്ചയിൽ കേരളത്തിൽ നിന്ന് VM സുധീരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ഒപ്പം AK ആന്റണിയും ഗുലാം നബി ആസാദും പങ്കെടുക്കുമ്പോൾ VM സുധീരൻ പറഞ്ഞത് കൂട്ടായ്മയോടെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും മത്സരിക്കുമെന്ന് അർത്ഥമില്ലെന്നാണ് KPCC പ്രസിഡന്റ് നിലപാടെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കൂട്ടിച്ചേർത്തു, കളങ്കിതർ മത്സരിക്കുമോ? അത് രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ ജയസാധ്യതയും സ്വീകാര്യതയും ഉള്ളവരാകും കോൺഗ്രസിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ജയസാധ്യതയും സ്വീകാര്യതയും ഉള്ളവരാകും കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. എല്ലാവരും മത്സരിക്കുമെന്ന് അതിന് അർത്ഥവുമില്ല. KPCC പ്രസിഡന്റ് VM സുധീരൻ ഈ വാക്കുകൾ രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ കോൺഗ്രസ് രാഷ്ട്രീയമായി സമർപ്പിക്കുമ്പോൾ ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു മുതിർന്ന ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകൻ N മാധവൻകുട്ടി, അതോടൊപ്പം BJP സംസ്ഥാന വക്താവ് JR പത്മകുമാർ, KPCC സെക്രട്ടറിയും ടൂർഫെഡ് ചെയർമാനുമായ പഴകുളം മധു, A സജീവൻ, J അജിത് കുമാർ എന്നിവർ. പഴകുളം മധുവിലാണ് ആദ്യം. നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നം ഒരു ചർച്ചയ്ക്ക് വിഷയമല്ല. കോൺഗ്രസിനെ VM സുധീരൻ നയിക്കട്ടെ. ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം, എപ്പോഴും ഈ ചർച്ചയിൽ കോൺഗ്രസുകാർ പറയും ആര് വരുന്ന തെരഞ്ഞെടുപ്പിൽ നയിക്കും എന്ന് ചോദിച്ചാൽ നാളത്തെ മുഖ്യമന്ത്രിയെ നിങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. എനിക്ക് നാളത്തെ മുഖ്യമന്ത്രി അറിയണ്ട കോൺഗ്രസിന്റെ, എന്തിനേറെ പാർലമെന്ററി ലീഡറിനെ പോലും എനിക്ക് അറിയണ്ട. ഇന്നത്തെ ചർച്ചകൾ ദില്ലിയിൽ നടക്കുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തിന് കോൺഗ്രസ് മത്സരിക്കണം? എന്തിന് ഈ 3 നേതാക്കൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റ് VM സുധീരനും മന്ത്രി രമേശ് ചെന്നിത്തലയും കോൺഗ്രസിനെ നയിക്കണം? ശ്രീ പഴകുളം മധു. ഇത് രസകരമായ ചോദ്യമാണ്. കോൺഗ്രസ് എന്തിനു മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മറുപടി പറയും. ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന ചർച്ച പോയ കാലങ്ങളെക്കാൾ വ്യത്യസ്തമായി കോൺഗ്രസ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തോടെ കാണുന്നു എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ചരിത്രത്തെ ആകെ മാറ്റി എഴുതിക്കൊണ്ട് UDFന്റെ ഭരണത്തിന് തുടർച്ചയുണ്ടാക്കാൻ കഴിയുമെന്നുമുള്ള ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനും കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പല്ല ഇന്നർ പാർട്ടി വിഷയങ്ങളാണെങ്കിലും അന്തിമമായി തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഹൈക്കമാൻഡുമായി ഇത് സംബന്ധിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള വളരെ ഗൗരവമാർന്ന ചർച്ചകൾ നടത്തി ഒരു പടി മുൻപിൽ, ഇടതുപക്ഷത്തെക്കാളും BJPയെക്കാളും ഒരു പടി മുന്നിലെത്തുക എന്നുള്ള ഒരു ധാരണ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഡൽഹിയിൽ ചർച്ച നടക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി ഭരണം നടത്തുന്ന ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സമാനതകളില്ലാത്ത വികസനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നാൽ ഗവൺമെൻറ്റിനെതിരായി ഈ അടുത്ത സമയത്ത് ഉയർത്തിവിട്ടിട്ടുള്ള ചില ആരോപണങ്ങളും ചില പ്രശ്നങ്ങളുമുണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ലാക്കാക്കിക്കൊണ്ട് നടത്തുന്ന ഇത്തരം ആരോപണങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ തുടക്കം മുതൽ ഒരു ദിവസം പോലും ഈ ഗവൺമെൻറ്റിനും മന്ത്രിമാർക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്തവണ്ണം ഇടതുപക്ഷം അവരുടെ പഴയ ശൈലി വിട്ടുമാറാത്ത രീതിയിൽ നടത്തിയിട്ടുള്ള സമരങ്ങളുടെ ഏറ്റവും അവസാനമാണ് സോളാറിൽ കൊണ്ടെത്തിച്ച അവരുടെ സമരം. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളെ നല്ല വിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉയർത്തുന്ന അവരുടെ രാഷ്ട്രീയം മിനിറ്റ് ഈ സമയം തന്നിട്ട് തന്നെ എന്റെ ക്വസ്റ്റ്യൻ വളരെ പിൻ പോയിന്റ് ആണ്. അതിന് മറുപടി പറയാനുണ്ടോ? എന്താ ചോദ്യം? ഇനിയും ചോദ്യം ആവർത്തിക്കണം. എന്താ കോൺഗ്രസ് എന്താണ് മത്സരിക്കുന്നത്? കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വമ്പിച്ച വികസന പ്രവർത്തനങ്ങൾ, വലിയ മെഗാ പ്രോജക്റ്റുകൾ, കേരളത്തിൻ്റെ
ഒരു 10-15 വർഷക്കാലത്തിനപ്പുറമുള്ള വികസനത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന വികസന പ്രവർത്തനം. അതേ അവസരത്തിൽ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ ക്ഷേമ പ്രവർത്തനം ഞാൻ അംഗീകരിക്കുന്നു. ഇനി എന്റെ രണ്ടാമത്തെ ചോദ്യം നമ്മൾ ക്രിസ്പായി വന്നാൽ, എന്തിന് ഈ വികസന നേട്ടങ്ങൾ ഉയർത്തി മുന്നോട്ട് വയ്ക്കുന്ന ആ രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും ഒന്നിച്ച് നേതൃത്വം നൽകണം? അതാണ് കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മുന്നണികൾക്കും ഇന്നുണ്ടായിരിക്കുന്ന ഒരു ഭയം. ഈ നേതൃത്രയം കേരളത്തിൽ ശക്തമായി കോൺഗ്രസിനെ നയിച്ചാൽ, UDFനെ നയിച്ചാൽ കേരളത്തിൽ UDFനും കോൺഗ്രസിനും ഭരണ തുടർച്ച ഉണ്ടാകും എന്ന സംശയം തന്നെയാണ്, ഒരു ഭയം തന്നെയാണ് ഈ ചർച്ചയ്ക്ക് പോലും അടിസ്ഥാനം ഞാൻ വിശ്വസിക്കുന്നത്. എൻ മാധവൻകുട്ടിയിലേക്കും JR പത്മകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് A സജീവനിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ A സജീവൻ, പ്രതിപക്ഷം ഭയപ്പെട്ടു നിൽക്കുന്നു. ചരിത്രത്തിൽ 3 പേരുടെ പേരുകൾ, അതിന്റെ മത്സരിക്കുകയോ മത്സരിക്കായ്മയോ ഒക്കെ അവിടെ നിൽക്കട്ടെ, ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ചരിത്രം, കോൺഗ്രസിന്റെ ചരിത്രം താങ്കളെ പോലെയുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന് അറിയാം. R ശങ്കറിനെയും രമേശ് ചെന്നിത്തലയും ഞാൻ ഒഴിച്ചു നിർത്തുന്നു. അതിനപ്പുറത്തേക്കുള്ള ഒരു ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സമയം KPCCയുടെ പ്രസിഡന്റായിരുന്ന ആന്റണി എത്രയോ നിയമസഭകൾ കോൺഗ്രസ് ചരിത്രം കണ്ടതാണ്, മാറി നിന്നു. ആ സാഹചര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇൻകുംബന്റ് ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി, പഴകുളം മധു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വികസനത്തിന്റെ നായകൻ, ആ വികസനത്തിന്റെ നായകനെ ചരിത്രം AK ആന്റണി, R ശങ്കറിനെ, രമേശ് ചെന്നിത്തലയെ ഞാൻ മാറ്റി നിർത്താൻ പറയുന്നു. ചരിത്രത്തിൽ ആന്റണി മാറി നിന്നു KPCC പ്രസിഡന്റ് ആണെങ്കിൽ. അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടി വികസന നായകൻ കഴിഞ്ഞ പ്രതിസന്ധിയിൽ നിന്നും സർക്കാരിനെ ഇതുവരെ നയിച്ചത് അതേ ആർജവത്തോടെ ഇതാ ഞങ്ങൾക്കൊരു നേതാവ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി അടക്കം കേന്ദ്രത്തിലെ ഏത് രംഗവും എടുത്തു നോക്കൂ, അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പോഴും പഴകുളം മധു പറയുന്നു പ്രതിപക്ഷം ഭയപ്പെടുന്നു, മറ്റു മുന്നണികൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് ആ ഭയപ്പാട് നടത്താൻ വേണ്ടി ഞങ്ങൾ 3 പേരെ അവതരിപ്പിക്കുന്നു. A സജീവൻ. അല്ല, സാധാരണ ഇതിൽ മധു പറഞ്ഞതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഞാൻ കണക്കാക്കുന്നത് AK ആന്റണിയുടെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഞാൻ 3 തവണ മുഖ്യമന്ത്രിയായിട്ടുള്ള ആളാണ്, പക്ഷേ എൻ്റെ ഭരണത്തെക്കാളൊക്കെ എത്രയോ മെച്ചപ്പെട്ട അതിഗംഭീരമായ സുവർണകാലമാണ് ഈ കഴിഞ്ഞ 5 വർഷം ഉണ്ടായത് എന്ന്. നമുക്കറിയാം, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളാണെങ്കിൽ ഏത് മേഖലയിലാണെങ്കിലും അദ്ദേഹത്തിന് നമ്മൾ ആദരിക്കും, അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കും, അല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു സമ്മാനം കൊടുത്തിട്ട് നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്യുക. ഇവിടെ കേരളം കണ്ട ഏറ്റവും മികച്ച ഭരണമെന്ന് കേരളത്തിലെ 3 തവണ മുഖ്യമന്ത്രിയായിട്ടുള്ള AK ആന്റണി സർട്ടിഫൈ ചെയ്തിട്ടുള്ള ആളാണ് ഉമ്മൻചാണ്ടി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് കോൺഗ്രസ് പ്രസ്ഥാനം ചെയ്ത കോൺഗ്രസ് ഹൈക്കമാൻഡ് ചെയ്ത ഏറ്റവും വലിയ ചതിയാണ് ഇത്തവണ ഇങ്ങനെ 3 പേര് നയിക്കട്ടെ എന്നുള്ളത്. നമുക്കറിയാവുന്നതാണ് കേരളത്തിൽ ഈ ഇത്രയും കാലത്ത് ചരിത്രത്തിനിടയിൽ ഇപ്പം R ശങ്കറിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും പറഞ്ഞു, അതൊക്കെ ഒരു അനിവാര്യമായ ആവശ്യമായിരുന്നു. എന്നുവെച്ചാൽ അവർക്ക് ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് കാലാവധി ഏതാണ്ട് കഴിയാൻ പോകുന്നു, അപ്പോഴേക്ക് ഈ പാർലമെന്റ് ഇതിൻ്റെ ഭാഗമായിട്ട് വരണമെന്നുള്ളതിൻ്റെ ഒരു താല്പര്യത്തിലായിരുന്നു അദ്ദേഹം മത്സരിച്ചത്. ഇവിടെ അതല്ലല്ലോ. ഇവിടെ വളരെ കൃത്യമായിട്ട് KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ട് നിൽക്കുന്നു? പിന്നെ നയിക്കുന്ന എല്ലാ ആളുകളും മത്സരിക്കേണ്ടതില്ല എന്നാണെങ്കിൽ ഈ 3 പേര് മാത്രം നയിച്ചാൽ മതിയോ? ഇവിടെ ദീർഘകാലം KPCCയുടെ പ്രസിഡന്റായിരുന്ന, ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയുണ്ട്, തെന്നല മുതലുള്ള നേതാക്കന്മാർ, പഴയ KPCC പ്രസിഡന്റുമാരുണ്ട്. ഇവരൊക്കെ കൂടിച്ചേർന്ന് ഒരു കൂട്ടായ്മയിലൂടെ നയിക്കാമെന്ന് പറയാം. ഇവർ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 ഗ്രൂപ്പുകളെ പിണക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ 2ൻ്റെയും നായകന്മാർ നയിക്കണം. മൂന്നാമത്തേത് ഹൈക്കമാൻഡിന് താല്പര്യം പ്രധാനമായിട്ട് ഒരു നേരത്തെ KPCC പ്രസിഡന്റ് ആക്കിയതുപോലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിഞ്ഞ 5 വർഷത്തെ സുവർണകാലം കൊണ്ട് ഭരണ തുടർച്ച ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ ദയനീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് KPCC പ്രസിഡന്റായിട്ടുള്ള VM സുധീരനെ, കുറെ കൂടി ക്ലീൻ ഇമേജുള്ള VM സുധീരനെ മുൻനിർത്തി നയിക്കണം. പക്ഷേ സുധീരൻ്റെ പേര് പറഞ്ഞാൽ മറ്റ് 2 ഗ്രൂപ്പുകളും പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത്. അതിനെ ബാക്കി പല രീതിയിൽ ഇവിടുത്തെ സംസ്ഥാനത്തെ നേതാക്കന്മാർ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ പേടി കോൺഗ്രസ് ഹൈക്കമാൻഡിനാണ്. ഇവരിൽ ആര്
പാലം വലിച്ചാലും പ്രശ്നമാണ്. അതുകൊണ്ട് പാലം വലിക്കാതെ 3 പേരെയും കൊണ്ടുപോയാൽ ഒരുപക്ഷെ ഭരണ തുടർച്ച ഉണ്ടായേക്കാമെന്നുള്ള ഒരു താല്പര്യം രാഹുൽ ഗാന്ധിക്കുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി പാർട്ടിയെ രക്ഷിക്കണമെന്ന് താല്പര്യമുള്ള, പാർട്ടിയുടെ അവസ്ഥ വളരെ മോശമാവാതെ ഇരിക്കണമെന്ന് താല്പര്യമുള്ള ആളായതുകൊണ്ട് ആണ് ഇപ്പോൾ ഈ 3 പേർക്കും ഒരു അവസരം കൊടുത്ത് നിർത്തിയത്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ കണ്ണിൽ ഉള്ള ചോയ്സ് എന്ന് പറയുന്നത് 3ാമത്തെ ആളായിട്ടുള്ള KPCC പ്രസിഡന്റ് ആയിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, എൻ മാധവൻകുട്ടിയിലേക്ക്. കോൺഗ്രസിന്റെ ഉൾപ്പിരിവുകളും അതിന്റെ രാഷ്ട്രീയവും അദ്ദേഹം വിലയിരുത്തി. താങ്കൾക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, പഴകുളം മധു പറഞ്ഞു, ഭയക്കുന്നു പ്രതിപക്ഷം ഈ ത്രിമൂർത്തികളെ, കോൺഗ്രസിലെ ത്രിമൂർത്തികളെ അവതരിപ്പിക്കുക എന്നുള്ളത് ശക്തിയുടെ ലക്ഷണമല്ല, ദൗർബല്യത്തിൻ്റെ ലക്ഷണമാണ്, രാഷ്ട്രീയ ദൗർബല്യത്തിൻ്റെ. അതാണ് ഇതിൻ്റെ ആത്മാവ് ഈ ചർച്ചയുടെ. കാരണം 3 കാര്യങ്ങളായിരിക്കും വളരെ നിർണായകമായിട്ടുള്ള. ഇപ്പോൾ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന RSS ഇന്ത്യയുടെ അധികാരത്തിൽ പിടിമുറുക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇടതുപക്ഷ നിലപാടുള്ള ഒരാളാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഇന്നത്തെ ചർച്ചകൾ നിർണായകമാണ് ഒരർത്ഥത്തിൽ. കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും, കേരളത്തിൽ RSSൻ്റെ വളർച്ചയ്ക്ക് ഈ തീരുമാനം ഫലത്തിൽ എന്ത് സ്വാധീനമുണ്ടാക്കും, ഇതൊക്കെയാണ് ഗൗരവമുള്ള കാര്യങ്ങൾ. 3 കാര്യങ്ങളായിരിക്കും ഹൈക്കമാൻഡ് പരിഗണിക്കുക. ഒന്ന്, കടുത്ത ഭരണ വിരുദ്ധ വികാരം. അത് യാഥാർത്ഥ്യമായി മനസ്സിലാക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, വിവിധ ഏജൻസികളിൽ കൂടിയും അവരുടെ സ്വന്തം രീതിയിലുള്ള കാര്യങ്ങൾ. ഒന്ന്, കടുത്ത ഭരണവിരുദ്ധ വികാരം. 2, ജാതി സന്തുലത. 3, കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് സമവാക്യം. ഈ 3 കാര്യങ്ങളെയും ഒരേ സമയം അഭിസംബോധന ചെയ്തുകൊണ്ട് ഉചിതമായ തീരുമാനമെടുക്കാനായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക. പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ 3 പേരെയും തിരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുക എന്നാൽ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് 2 തരത്തിലാണ്. ഹൈക്കമാൻഡിന് ഇപ്പോൾ തന്നെ കോൺഗ്രസ്സിലെ പ്രവർത്തകർക്കും കോൺഗ്രസിൻ്റെ പല തലത്തിലുള്ളവർക്ക് തിരിച്ചറിയുന്നത് പോലെ ഉമ്മൻചാണ്ടി സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നതാണ്, വേറൊരു വിധത്തിൽ അഭിപ്രായമുണ്ട്, അവർ ഇടതുപക്ഷ ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. ഒന്ന്, ഹൈക്കമാൻഡ്, അതായത് രാഹുൽ ഗാന്ധി, AK ആന്റണി, മുകുൾ വാസ്നിക്, ഗുലാം നബി, അവരാണ്. സോണിയ നേരിട്ട് കാര്യങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളവർക്കൊരു വഴി ഇതാണ്, ഈ ജാലകമാണ്. ഈ ജാലകത്തിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മൻചാണ്ടിയിലൂടെ ഉള്ള ഒരു തിരിച്ചുവരവ് അസാധ്യമെന്ന രാഷ്ട്രീയ വിലയിരുത്തലാണ് ഹൈക്കമാൻഡിൻ്റേത്. തീർച്ചയായിട്ടും. 2, സുധീരനെ അവതരിപ്പിക്കൽ കൂടി അവരുടെ പ്രത്യേക തരത്തിൽ ഒരു AK ആന്റണി എന്ന് പറയുമ്പോൾ AK ആന്റണിയുടെ സുധീരനോടുള്ള പ്രത്യേക ഇത് വളരെ വർഷങ്ങളായിട്ട് എനിക്കറിയുന്നതാണ്. ഉമ്മൻചാണ്ടിയും AK ആന്റണിയും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും കേരളത്തിൽ അന്തർധാരയായി കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതും ഫലത്തിൽ സുധീരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളുടെയും മനസ്സിൽ കേരളത്തിൽ തെറ്റായിട്ടുള്ള സുധീരൻ്റെ ഒരു പ്രതിച്ഛായ ഉണ്ടല്ലോ, ആ പ്രതിച്ഛായയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് പറഞ്ഞാൽ ഞാൻ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നയാളാണെങ്കിൽ കൂടി ആവുന്നത്ര ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അത് എങ്ങനെ ബാധിക്കും, തിരഞ്ഞെടുപ്പാണ്, ഇതുകൊണ്ടൊന്നും ഒരുപക്ഷെ അവസാന നിമിഷത്തിൽ ജനവിധി ആർക്കെങ്കിലും അനുകൂലമാവണമെന്നില്ല. ഇതാണ് വസ്തുനിഷ്ഠമായി ഹൈക്കമാൻഡിൻ്റെ മനസ്സിലുണ്ടാകുന്നതെന്നാണ് ആന്റണിയെയും മറ്റ് ദേശീയ നേതാക്കളുടെയും കേരളത്തിലെ ഈ പ്രധാന ഈ നടന്മാരെയും അറിയുന്ന എനിക്ക് തോന്നുന്നു. യെസ്, അങ്ങനെയാണെങ്കിൽ എൻ മാധവൻകുട്ടി പറഞ്ഞതും സജീവൻ പറഞ്ഞതും ഒരുപാട് കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് രക്ഷപ്പെടലിന്റെ ഒരു രസതന്ത്രം കോൺഗ്രസ് പരീക്ഷിക്കുകയാണെങ്കിൽ അവിടെ മുഖമാവുക VM സുധീരൻ. അതാണല്ലോ രണ്ടുപേരുടെയും ഒരു ഷെൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡ് അത്രയും പ്രതീക്ഷ പുലർത്തുമ്പോഴും ഈ അവസാന നിമിഷവും ഞാൻ മത്സര രംഗത്തില്ല എന്ന് സുധീരൻ ആണയിടുന്നത് എന്തിന്? അതാണ് ആ അർത്ഥത്തെ താങ്കൾ എങ്ങനെ കാണും? സുധീരൻ്റെ അങ്ങനെയാണല്ലോ. സുധീരൻ ഒരു പ്രതിച്ഛായ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ്. അദ്ദേഹത്തിന് ജനപിന്തുണയോ സംഘടനയ്ക്കകത്തുള്ള പിന്തുണയെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യ ബോധമുള്ള അറിവുണ്ട്. അദ്ദേഹം എപ്പോഴും വിസമ്മതിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേ നിൽക്കുകയില്ലെന്ന് പറഞ്ഞു, രാഷ്ട്രീയത്തിൽ നിന്ന് വെർച്വലി ഒരർത്ഥത്തിൽ മാറി നിന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇങ്ങനെയാണ്. അവസാന നിമിഷം വരെ താൻ അധികാരത്തെ ആഗ്രഹിക്കാത്ത ഒരു രാഷ്ട്രീയ കോൺഗ്രസ്സുകാരനാണെന്ന പ്രതിച്ഛായക്കുള്ള നിർമ്മിതിയുടെ ഭാഗമായി അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നതാകാം. പക്ഷേ അദ്ദേഹത്തെ തീരുമാനിക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന 2 തരത്തിൽ. പിന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ 3 പേരുടെ മുന്നണിയാണ് ഭരിക്കുന്നത്. അത് നിലനിന്നു എന്നുള്ളത് ഉമ്മൻചാണ്ടിയുടെയും UDFൻ്റെയും ഒരു വിജയ കഥ തന്നെ, അത് കാണാതിരുന്നു കൂടാ. എന്നാൽ അതിൻ്റെ പതനത്തിലേക്ക് നയിക്കുന്ന അന്തഃഛിദ്രം
ശൈഥില്യം, അതിനകത്തുള്ള അടിയൊഴുക്കുകൾ എല്ലാത്തിനെയും കാരണം അതിനകത്തുള്ള ഗ്രൂപ്പ് സമവാക്യവും അതുമായി ഒരർത്ഥത്തിൽ ഓവർലാപ്പ് ചെയ്യുന്ന ജാതി സമവാക്യവും. രമേശ് ചെന്നിത്തല ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് കൊട്ടയ്ക്ക് BJPയിലേക്ക് പോകുന്ന പ്രതിഭാസത്തെ തടയാൻ കഴിയുന്ന ഏക നായർ ഹിന്ദു നേതാവാണ്. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. സുധീരൻ അതൊന്നുമില്ല. അപ്പോൾ സുധീരനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഹൈക്കമാൻഡിൻ്റെ താല്പര്യം അദ്ദേഹത്തെ ഒരു ബദൽ മുഖ്യമന്ത്രിയായി മനസ്സിൽ കാണുകയും ഇനി കോൺഗ്രസ് തകരുകയാണെങ്കിലും കോൺഗ്രസിനെ പുനർനിർമ്മിതിക്കുന്ന ഏറ്റവും യോഗ്യനെന്ന അവരുടെ ധാരണയുമായിരിക്കും. പക്ഷേ അത് കേരളത്തിലെ ഇടതുപക്ഷത്തെ വലിയ കാര്യമായി ബാധിക്കുമോ എന്ന് അറിയണമെങ്കിൽ ഒരു കാര്യം കൂടി ആലോചിക്കണം. ഈ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ബാർക്കോഴയിലും മറ്റു പലതിലും നാം അന്തർധാരയായി കണ്ടത്. ഈ 3 പേരും വിജയിച്ച് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ തുടങ്ങിയാൽ കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ള തമ്മിലടിയും അതിന് ജനങ്ങൾ കൊടുക്കേണ്ട വിലയും എത്രയാണെന്ന് ജനങ്ങൾ ആലോചിക്കില്ലേ? യെസ്, ആ ചോദ്യം നിലനിൽക്കുമ്പോൾ തന്നെ JR പത്മകുമാർ അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ UDF പൊളിറ്റിക്സ് ആകുമ്പോൾ JR പത്മകുമാർ പറഞ്ഞു എനിക്കെന്ത് കാര്യം. പക്ഷേ കാര്യമുണ്ട്. പ്രത്യേകിച്ച് N മാധവൻകുട്ടി സൂചിപ്പിച്ചതനുസരിച്ച് ഏറ്റവും നിർണായകമായ സാന്നിധ്യം അദ്ദേഹത്തിനും ഈ ചർച്ചയിലുണ്ട് എന്നുള്ളത് തന്നെ. ഞാൻ N മാധവൻകുട്ടിയുടെ ഒരു വാക്ക് എടുത്തുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഫാസിസ്റ്റ് വിരുദ്ധ, am I right? Yes. ഫാസിസ്റ്റ് വിരുദ്ധ അല്ലെങ്കിൽ ആന്റി ഫാസിസ്റ്റ് രാഷ്ട്രീയം, പൊളിറ്റിക്സ് കേരളത്തിൽ ഏറ്റവും നിർണായകമാകുന്ന വരും വർഷങ്ങൾ, ഫ്യൂച്ചർ കേരള പൊളിറ്റിക്സ് അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തെ താങ്കൾ നോക്കിക്കാണുന്നതോടൊപ്പം തന്നെ ചില നിലപാട് പ്രഖ്യാപിക്കാനും BJPക്ക് ആകണം. ശരിയാണോ N മാധവൻകുട്ടി? BJPയുടെ രാഷ്ട്രീയം അത് RSS നിയന്ത്രിക്കപ്പെടുന്നതിൽ അതൊരു ഫാസിസ്റ്റ് രാഷ്ട്രീയ മുഖമായിട്ട് ഞാൻ കാണുക. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞാൻ അതിനെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടുള്ള കൂട്ടുകെട്ടിന്റെ പേരിൽ കോൺഗ്രസിനെ കൂട്ടുപിടിക്കുന്നു പറയുമ്പോ മുതിർന്ന മാധ്യമപ്രവർത്തകന്മാർ 75 കാലഘട്ടത്തില് എന്തായിരുന്നു കോൺഗ്രസിന്റെ രീതി എന്ന്. പിന്നെ BJPയും RSSഉം വളരുന്നു, അതിൽ വിഷയമുണ്ട്, അതിൽ നമുക്ക് യോജിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ബംഗാളിൽ ഏകദേശം ആ ധാരണ ആയിട്ടുണ്ട്. ഇവരെന്തിനാ കേരളത്തിൽ ഇങ്ങനെ ഇത്രയും വലിയ നഷ്ടം ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു 65 സീറ്റിൽ രണ്ടുപേരും കൂടി സ്ഥാനാർത്ഥികൾ നിർത്തി ഒരു 10 സീറ്റിൽ വിട്ടുകൊടുക്കുക, ജയിച്ചു വരട്ടെ, അതനുസരിച്ചിട്ട് ഭരണത്തിൽ ഭൂരിപക്ഷം ഉണ്ട്, ഭരിക്കുകയല്ലേ. ഇത് ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടല്ലേ. പിന്നെ ഈ അടുത്ത തുടർ ഭരണത്തെ കുറിച്ചൊക്കെ മധു പറഞ്ഞത് കോൺഗ്രസ്സുകാരൻ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എനിക്ക് അടുത്തൊരു തുടർഭരണം ഉണ്ടാവുന്ന വിശ്വാസമില്ല. അപ്പൊ പിന്നെ 3 പേരെ കൂടി സംഘടിപ്പിച്ച് ഒരുമിച്ച് കൊണ്ട് 3 പേരുടെയും കഴിവ് അവരുടെ ജനങ്ങളിലുള്ള സ്വാധീനം പ്രയോജനപ്പെടുത്തി അതെങ്കിലും കഴിയുമെങ്കിൽ ആവട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷേ നേരത്തെ മദൻകുട്ടി അദ്ദേഹം പറഞ്ഞതുപോലെ കോൺഗ്രസ്സിലെ ഈ അടുത്ത അധികാരത്തിലേക്ക് വരാനോ സാഹചര്യം ഉണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം നമുക്ക് കാണേണ്ടി ഇരിക്കുക, അല്ലൊന്നും സംശയമില്ല. പിന്നെ അധികാര രാഷ്ട്രീയം ഒഴിഞ്ഞു നിൽക്കുന്നു സുധീരൻ എന്നുള്ള ധാരണയൊന്നും വേണ്ട. ആദർശ രാഷ്ട്രീയമൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ച് അധികാര രാഷ്ട്രീയത്തോട് സന്ധി ചെയ്തുള്ള പോക്കാണ് ഈ കുറഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെ അദ്ദേഹം ആദ്യം നിലപാട് എന്താ, അവസാനം എടുത്ത നിലപാട് ചിലപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയായിരിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത് ഞാൻ സംശയിക്കുന്നു ഒരു പക്ഷേ ഹൈക്കമാൻഡിൽ നിന്ന് ഒരു ഉറപ്പ് വേണം, ഈ അഴിമതിക്കാരെയും മറ്റ് ഈ കളങ്കിതരെയും മാറ്റി നിർത്തിയിട്ട് ക്ലീൻ ഇമേജുള്ള എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടണം എന്നുള്ള ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് ആയിരിക്കാം ഈ സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുന്നത്. കാരണം ഇപ്പോൾ സുധീരനെ പോലെ ക്ലീൻ ഇമേജ് ഉണ്ട് എന്ന് ധരിക്കുന്ന ഒരാളുടെ നേതൃത്വം കോൺഗ്രസിന് ആവശ്യമാണ്. യെസ്, അതാണ് ആ ചർച്ചയുടെ ഏറ്റവും ഒരു വശത്തേക്ക് വരുമ്പോൾ VM സുധീരൻ, N മാധവൻകുട്ടിയും A സജീവനും പറഞ്ഞതനുസരിച്ച് ഒരു മുഖം വേണം ഏത് ഒരു യാത്രയ്ക്കും. അതിലൊരു മുഖം ഞങ്ങൾ ഇതാ കണ്ടെത്തുന്നു. ആ മുഖം ഇല്ല എന്ന് JR പത്മകുമാർ പറയുന്നു. അതൊക്കെ നിങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ വരച്ചു കാട്ടുന്ന മുഖമാണ്. അതിലെ കറുപ്പ് JR പത്മകുമാർ ചൂണ്ടിക്കാണിക്കുമ്പോൾ സുധീരൻ, എനിക്കിനി അറിയേണ്ടത് താങ്കളുടെ അഭിപ്രായം ഇതാണ്. സുധീരൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് കോൺഗ്രസിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നു. പഴകുളം മധു പറയുന്ന ആ തിരിച്ചുവരവ്, തുടർ ഭരണം എന്നുള്ളത് സുധീരൻ കാണുന്നില്ല. ശ്രീ പ്രദീപ്, ഞാൻ എൻ്റെ ബഹുമാന്യനായ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ മാധവൻകുട്ടിയും കോഴിക്കോട്ട് നിന്ന് ശ്രീ സജീവനും പറഞ്ഞത് കേട്ടു. അതുപോലെ ഇവിടെ സ്റ്റുഡിയോയിൽ നിന്ന് അഡ്വക്കേറ്റ് പത്മകുമാറും പറഞ്ഞത് കേട്ടു. ഇതിനകത്ത് ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുകയല്ല, എങ്കിൽ പോലും നമുക്കറിയാം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭരണ ചരിത്രത്തിൽ നമുക്ക് ഒരിക്കൽ പോലും പക്ഷേ ഒരൊറ്റ തവണ ഒഴിച്ച് 77-ലെ അവസ്ഥ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 5 കൊല്ലം കൂടുമ്പോൾ സർക്കാരുകളെ മാറ്റുന്ന ഒരു പാരമ്പര്യമാണ് നമുക്ക് ഇത്രയും കാലം കഴിഞ്ഞ 57 മുതലുള്ള 56 കേരളം നവംബർ 1 ഉണ്ടായ കാലം മുതലുണ്ട്.
ഒരുപക്ഷെ അങ്ങനെ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് സങ്കല്പിച്ചാൽ പോലും നിലവിലുള്ള സർക്കാരിനെതിരെ ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് അനുമാനിച്ചാൽ പോലും ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് നമ്മൾ സ്ഥിരം പറഞ്ഞ് തേഞ്ഞു പോയ ആ പ്രയോഗം, അത് ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു ഭരണമായിരുന്നു കഴിഞ്ഞ 4.5 കൊല്ലമായിട്ട്, അല്ലെ ഏകദേശം ഇപ്പം 5 കൊല്ലം പൂർത്തിയാക്കുന്ന ഈ ഭരണം. ഈ ഇടക്കാലത്തുണ്ടായ ചില വിവാദങ്ങളും ചില അപവാദങ്ങളും ഒക്കെ ആയിട്ടുള്ള ചില നമ്മളൊക്കെ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന, നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കള്ള് വിഷയവും സ്ത്രീ വിഷയവും ഒക്കെ ആയി ബന്ധപ്പെട്ട ചർച്ചകൾ സമൂഹത്തിൽ കുറച്ച് യോജിക്കും. താങ്കൾ ഉപയോഗിക്കുന്ന ഒരു വാക്കിൽ നിസ്സാരമെന്നുള്ള വാക്ക് അല്ലല്ല, അങ്ങനല്ല ഞാൻ പറയാം. നമ്മൾ ഇതൊക്കെ നമ്മൾ മാധ്യമ പ്രവർത്തകർ ഇതൊക്കെ കുറച്ച് വലിയ വിപുലീകരിച്ച് പർവ്വതീകരിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുകയൊക്കെ ചെയ്തു. അതിനെ ജനങ്ങൾ അറിയണം, തീർച്ചയായിട്ടും അറിയിക്കാനുള്ള കടമ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട്. പക്ഷെ അതിനപ്പുറത്ത് ഈ പല ആരോപണങ്ങളും വെറും പൊയ്പടികളാണെന്ന് ജനം മനസ്സിലാക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം കൂടി അവിടെ ഉണ്ട്. ഞാനത് കൃത്യമായിട്ട് ഞാൻ പറയുന്നു. ഈ ഒരു സ്ത്രീ, ഞാൻ പേര് പോലും ഇപ്പോൾ പറയുന്നില്ല, അവരിങ്ങനെ നിരന്തരം പല കോടതികളിലും അല്ലെങ്കിൽ പല മൊഴികളിലും അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ചോദ്യത്തിലേക്ക് ഞാൻ പിൻ പോയിന്റ് ചെയ്യുന്നു. അഴിമതിയൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതൊക്കെ താങ്കൾ അടക്കം പറയുന്നു ആന്റി ഇൻകംബൻസി ഫാക്ടർ ഇല്ല, വീണ്ടും ഉണ്ടെന്നാണോ പറയുന്നത്? ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായാലും തുടർ ഭരണത്തിന്റെ സാധ്യതകൾ ഒരുപാടാകുമ്പോഴും സുധീരൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് ഞാൻ വിലയിരുത്തുന്നില്ല. അല്ല, അതിനകത്ത് ഇപ്പോൾ വേറെ ഒരു കാര്യമുണ്ട്. ശ്രീ സുധീരൻ ഇപ്പോൾ KPCCയുടെ പ്രസിഡന്റായിട്ട് വന്നിട്ട് ഇപ്പോൾ 2 വർഷം ആയി. അദ്ദേഹം പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നു ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട്. കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പുകൾ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇല്ലാന്നൊന്നും നടിച്ചിട്ട് കാര്യമില്ല, അത് പറയുന്നതൊക്കെ വെറും പൊയ്യ. പക്ഷേ ആ ഗ്രൂപ്പുകളെ പോലും കൂട്ടായിട്ട് യോജിപ്പിച്ചുകൊണ്ട് തൻ്റെതായ ഒരു ഗ്രൂപ്പ് സ്വയം നിർമ്മിക്കാൻ ഒന്നും ശ്രമിക്കാതെ അദ്ദേഹം പാർട്ടിയെ മുന്നോട്ട് നയിക്കുമ്പോൾ, 2 വർഷമായിട്ട് നയിക്കുമ്പോൾ, ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും മത്സരിക്കാൻ എന്തായാലും രംഗത്തുണ്ടല്ലോ. അവരുടെ സിറ്റിംഗ് സീറ്റുകൾ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു തന്നെ വിചാരിക്കുക. അങ്ങനെ ഇരിക്കെ നമ്മൾ ആലോചിക്കേണ്ടത് 2011 ഇതുപോലെ KPCC പ്രസിഡന്റായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല മത്സരിച്ചു. ഇപ്പോൾ ശ്രീ VM സുധീരൻ മത്സരിക്കുന്നതിന് അപാകതയൊന്നുമില്ല. ഇനി അഥവാ മത്സരിക്കേണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ വേണ്ട, ഞാൻ പാർട്ടിയെ നയിച്ചോളാം, ഈ ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് പോട്ടെ എന്ന് തീരുമാനിച്ചാൽ പോലും നമ്മൾ അതിനകത്ത് എന്താണ് അപാകത? ഒരു അപാകതയുമില്ല. ആ അപാകത ഇല്ലാതെ നിൽക്കുമ്പോൾ തന്നെ 2 നേതാക്കൾക്ക് അറിയാവുന്ന ഒരു രഹസ്യമുണ്ടെങ്കിൽ ആ രഹസ്യം എന്താണ്? ആ രഹസ്യത്തിൽ ലെൻസു എന്ന പരസ്യ കമ്പനിയുടെ സർവേക്ക് എന്ത് പ്രാധാന്യം? ലെൻസു എന്ന പരസ്യ കമ്പനി രാഹുൽ ഗാന്ധിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ കാതലായ ഭാഗങ്ങൾ എന്ത്? ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ KPCC പ്രസിഡന്റ് VM സുധീരൻ മത്സരിക്കില്ല എന്ന ആദർശ പരിവേഷം ചുമന്ന് ആദർശവാനാകുന്നത്? അതടക്കമുള്ള വിഷയങ്ങളിലേക്ക് വരാം. ദില്ലി ചർച്ചകൾ, ഹൈക്കമാൻഡുമായിട്ടുള്ള കേരള നേതാക്കളുടെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സജീവനിലേക്ക്. ശ്രീ സജീവൻ, നാം എപ്പോഴും ഈ ചർച്ചകളൊക്കെ വരുമ്പോൾ എനിക്ക് താങ്കളുടെ മുന്നിൽ പറയാനുള്ളത് 2 കാര്യങ്ങൾ. VM സുധീരൻ പറയുന്നു കൂട്ടായ നേതൃത്വം, അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, ജയസാധ്യതയും സ്വീകാര്യതയും ഉള്ളവരാകും വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. രമേശ് ചെന്നിത്തല ആഡ് ചെയ്യുന്നു കളങ്കിതർ മാറി നിൽക്കണമെന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കണം. സുധീരൻ ആവർത്തിച്ച് ഹൈക്കമാൻഡിന് മുന്നിൽ പറയുന്നു ഞാൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല. എനിക്ക് താങ്കളിൽ നിന്ന് അറിയേണ്ടത് ഒരു ഇൻപുട്ട് ഞാൻ തന്നുകൊണ്ട് തന്നെ സുധീരന്റെ ആദർശ പരിവേഷം ഒന്നുമല്ല അതിന്റെ കാര്യം. മത്സരിക്കില്ല എന്ന് പറയുന്നതിന് രാഷ്ട്രീയ മാനങ്ങളുണ്ട്, രാഷ്ട്രീയ നിലപാടുണ്ട്. അത് ചേർത്ത് വായിക്കേണ്ടത് ഈ കൂട്ടായ്മയോടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും മത്സരിക്കുമെന്ന് അർത്ഥമില്ലെന്നും ജയസാധ്യതയും സ്വീകാര്യതയും ആയിരിക്കണം ഈ മത്സര രംഗത്ത് കോൺഗ്രസിൽ ഉണ്ടാകേണ്ടതും എന്നാണ് സുധീരൻ നിലപാടെടുക്കുന്നതും. ആ ഫോക്കസിൽ താങ്കൾ എങ്ങനെ കാണുന്നു സുധീരന്റെ ആദർശ നിലപാടിനെയും ഞാൻ കൂട്ടിച്ചേർക്കുന്ന ആദർശമില്ലായ്മയുടെ നിലപാടിനെയും? വ്യാഖ്യാനിക്കാം. ഒന്ന്, താൻ മത്സരിക്കണമെന്ന് തീരുമാനിച്ചാൽ പോലും അത് മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന പ്രശ്നം മനസ്സിലാക്കിയിട്ട് ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദത്തിലാണ് താൻ സ്ഥാനാർത്ഥിയായത് എന്ന് വരുത്തി തീർക്കുക. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു നിലപാടാണ് സുധീരൻ ആദ്യം എടുക്കാൻ സാധ്യതയുള്ളത്. രണ്ടാമതൊരു കാര്യമുള്ളത്, താൻ മത്സരിച്ചാലും കോൺഗ്രസിനോ UDF-നോ ഇവിടെ ഭരണസാധ്യതയില്ല, ഭരണ തുടർച്ച ഉണ്ടാവാനുള്ള സാധ്യത പൂർണ്ണമായിട്ടും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് മാറി നിൽക്കുന്ന ഏർപ്പാടുണ്ട്. ഈ 2 കാര്യത്തിലും സാധ്യതയുണ്ട്.
ഒന്ന് എനിക്ക് തോന്നുന്നു, രണ്ടപ്പോൾ സുധീരൻ ആവർത്തിച്ച് ഞാനില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയം സ്വാഭാവികമായിട്ട് ശരിയായാലും തെറ്റായാലും ആളുകൾക്ക് തോന്നാം ഇവിടെ ജയിക്കാനുള്ള സാധ്യത കുറഞ്ഞു എന്ന ഒരു തോന്നൽ സുധീരന്റെ മനസ്സിലേക്ക് വന്നതുകൊണ്ടാവാം ഇങ്ങനെ പറഞ്ഞത് എന്ന്. അങ്ങനെ വിലയിരുത്തുന്ന ധാരാളം ആളുകളുമുണ്ട്. നേരത്തെ ആണെങ്കിൽ സുധീരൻ ഒന്നും പറഞ്ഞിരുന്നില്ല. സുധീരനെ പോലുള്ള മൂന്നാളുകളും നയിക്കണമെന്ന് പറഞ്ഞപ്പോൾ സുധീരൻ പ്രത്യേകമായിട്ട് പ്രതികരിച്ചില്ല. ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞില്ല. ഞാൻ മത്സരിക്കാതെ സഹായിക്കാമെന്ന് പറഞ്ഞില്ല. അതിനു പകരം അദ്ദേഹം ഞാൻ മത്സരിക്കുന്ന കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കും. വളരെ വ്യക്തമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ്. ഞാൻ മത്സരിക്കണമോ എന്നുള്ള കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതവിടെ ചെറിയ രൂപത്തിൽ സമ്മർദ്ദം, എനിക്ക് മത്സരിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല, എനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നില്ല എന്നൊക്കെയുള്ള സൂചനയാണ്. ഹൈക്കമാൻഡ് എന്നെ നിർബന്ധം ചെലുത്തിയാൽ ഞാൻ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയാവും എന്ന് തന്നെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ച്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം 2 തവണ പറഞ്ഞു കഴിഞ്ഞു ഞാൻ മത്സര രംഗത്തേക്ക് ഇല്ല എന്ന്. മത്സരിക്കാതെ തന്നെ ഈ പാർട്ടിയെയും മുന്നണിയെയും നയിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം ഹൈക്കമാൻഡ് നിർബന്ധിച്ചാൽ പോലും താൻ മത്സരിച്ചു കഴിഞ്ഞാലും ഒരു പക്ഷേ അധികാരം കിട്ടാൻ സാധ്യത ഇല്ല എന്ന തോന്നലാണോ അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന ഒരു സൂചന, അങ്ങനെ ഒരു ധാരണ എനിക്ക് പോലും ഉണ്ടാകും. ഞാനൊരു പ്രത്യേക UDF വിരോധിയായിട്ടോ അല്ലെങ്കിൽ LDF അനുകൂലമായിട്ട് പറയുന്നില്ല. അങ്ങനെ ഒരു തോന്നൽ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളിലും ഉണ്ടാവാനുള്ള ഒരു തരത്തിലേക്കാണ് സുധീരന്റെ ഇപ്പോഴത്തെ ഈ ഒരു പറയൽ എന്ന് എനിക്ക് തോന്നുന്നു. സജീവൻ, താങ്കൾ ആ അവസാനം പറഞ്ഞു നിർത്തിയത് കൊണ്ട് തന്നെയാണ് ഈ പാനലിസ്റ്റായി താങ്കളെ ഞാൻ സ്വാഗതം ചെയ്തതും താങ്കളെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വരണമെന്ന് നിർബന്ധിച്ചതും. വളരെ അർത്ഥവത്തായി ആ പക്ഷരഹിതം എന്ന് താങ്കൾ പറഞ്ഞ ആ നിരീക്ഷണത്തോട് ഞാൻ അടിസ്ഥാനപ്പെടുത്തുകയാണ്. അതിന് കാരണവും എനിക്കുണ്ട്, അത് ഞാൻ വരുന്ന വഴി പറയുകയും ചെയ്യും. പഴകുളം മധു തന്ത്രശാലിയാണ്, ആദർശമല്ല. അദ്ദേഹം പറഞ്ഞ എൻ മാധവൻകുട്ടി, ഞാൻ പറയുന്നത് താങ്കൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, തെറ്റുണ്ടെങ്കിൽ താങ്കൾ ദയവായി തിരുത്തണം. ഞാൻ പറയുന്നതിന് സജീവൻ പറയുന്ന കാര്യം ഒരു വെടിക്ക് 2 പക്ഷി എന്ന് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അതായത് ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ ഹൈക്കമാൻഡ് നിർബന്ധിച്ചാൽ ഞാൻ മത്സരിക്കും. പാപഭാരം മാറ്റി ഹൈക്കമാൻഡിലേക്ക് വരുന്നു. ഞാൻ മത്സരിച്ചാലും അധികാരത്തിൽ വരില്ല എങ്കിൽ എനിക്കതിൽ പങ്കില്ല. നിങ്ങൾ നിർബന്ധിച്ചു, ഞാൻ മത്സരിച്ചു. മറ്റൊന്ന് വരില്ല എന്നുള്ളത്. ഞാൻ മത്സരിക്കാതെ മാറി നിന്നാലും വെടി ഒന്ന് തന്നെയാണ്. അവർ അനുഭവിച്ച കാര്യം, അദ്ദേഹം പണ്ട് പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിക്കണം. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. താങ്കളിലേക്ക് കണക്ട് ചെയ്യാം. മധു ആദർശശാലി അല്ല VM സുധീരൻ, JR പത്മകുമാർ പറഞ്ഞതുപോലെ. പെട്ടെന്ന് ബഹുമാനായ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരന്റെ ആദർശം അളക്കാനുള്ള ഉപായമൊന്നും ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര നിസ്സാരമായ ഒരു വിഷയത്തെ അവലംബിച്ചാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ ശക്തമായി മുൻപോട്ട് നയിക്കുന്ന ശ്രീ VM സുധീരനും കേരളത്തിന്റെ പ്രിയങ്കനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും കേരളത്തിന്റെ കരുത്തനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവസാന വാക്കു പറയും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് അവർ 3 പേരോടും ചോദിച്ചപ്പോൾ സമാനമായ രീതിയിലുള്ള മറുപടിയാണ് അവർ 3 പേരും പറഞ്ഞത്. KPCC പ്രസിഡന്റ് പറഞ്ഞതെന്താണ്? അതിൻ്റെ ഒന്നും അർത്ഥം എല്ലാവരും മത്സരിക്കും എന്നല്ല. ആര് മത്സരിക്കണം എന്ന് തീരുമാനിക്കുക എന്നത് അവസാനമായി തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കേരളത്തിൽ ഈ 3 നേതാക്കന്മാരും കേരളത്തിലെ കോൺഗ്രസിനെയും UDFനെയും നയിക്കാൻ പ്രാപ്തിയുള്ള, ജനസമ്മതിയുള്ള, UDFന് ഭരണ തുടർച്ച ഉണ്ടാക്കാൻ കഴിയുന്ന നേതാക്കന്മാരാണ്. അപ്പോൾ ആ നേതാക്കന്മാരിൽ ഒരാൾ നയിക്കണമോ, 3 പേരും കൂടി നയിക്കണമോ, അതല്ലെങ്കിൽ 2 പേർ നയിക്കണമോ? ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരേണ്ടതാണ്. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ തന്നെ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ ചർച്ച ഞാൻ തുടക്കത്തിൽ ഇതെന്തോ ഒരു ഭയപ്പാട്. എന്താണ് ഞാൻ ഭയക്കുന്നത്? കോൺഗ്രസിനെ ആര് നയിക്കും എന്നുള്ളത് തന്നെ ഈ ചർച്ചയുടെ കേന്ദ്രബിന്ദുവാകുന്നത് തന്നെ കോൺഗ്രസിന്റെ പ്രസക്തിയാണ് സൂചിപ്പിക്കുന്നത്. ധാരാളം പ്രശ്നങ്ങൾ ഇവിടെ ശ്രീ അജിത് കുമാറും ബഹുമാനകുട്ടിയും ഒക്കെ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ നഷ്ടപ്പെടരുത് എന്നാണ് താങ്കൾ പറഞ്ഞത്. തീർച്ചയായും ഇവിടെ ഫാസിസ്റ്റ് ശക്തികളുടെ വരവ് തടയുന്നതിനാണെങ്കിലും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ കേരളത്തിന്റെ പൊതുവായ വികസനത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഒരു UDFത്തിന്റെ ഭരണത്തിൽ ഉണ്ടാകുന്ന അനിവാര്യമായ പൊളിറ്റിക്കൽ കേരള പൊളിറ്റിക്കൽ സിനാരിയോയിൽ
ദി ഇമ്പോർട്ടൻസ് ഓഫ് കോൺഗ്രസ് പാർട്ടി അതാണ് അദ്ദേഹം പറഞ്ഞത്. അത് തുടർ ഭരണമാണെങ്കിൽ ഞാൻ വീണ്ടും കൂട്ടിച്ചേർക്കും ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ വിമർശിച്ചുകൊണ്ട്, അങ്ങനെ തുടർ ഭരണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം മുതൽ ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ നേരിടേണ്ടത് ഞങ്ങളുടെ മുഖ്യമന്ത്രി, താങ്കൾ പറയുന്ന വികസന നായകൻ, ആ വികസന നായകൻ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കും എന്ന ആത്മാർത്ഥതയോടെ പഴകുളം മധുവിനെ പറയേണ്ടതുണ്ട്. ഒറ്റ ക്വസ്റ്റ്യൻ ഉത്തരം അല്ല, ഒരുപാട് സമയമില്ല. ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. അതിൽ ഞാൻ ചോദിക്കുന്നു, ഭരിക്കുന്ന മുഖ്യമന്ത്രി വികസന നായകൻ എന്ന് താങ്കൾ പറയുന്നു, ആ വികസന നായകനാണ് തെരഞ്ഞെടുപ്പിലെ നായകനെന്ന് ഒറ്റ വാക്കിൽ പറയാൻ താങ്കൾക്ക് കഴിയുമോ? കേരളത്തിലെ ഒരു കാലത്തും കേരളത്തിലെ കോൺഗ്രസ് ഇന്നയാളാണ് കേരളത്തിൽ ഞങ്ങൾ ജയിച്ചാൽ. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ ഈ ഭരിക്കുന്ന സമയത്ത് ഇത്രയും വലിയ അലിഗേഷൻസ് ഉണ്ടായാൽ അവരെ മാറ്റിയിട്ടുണ്ട്. കേരളത്തിൽ മാറ്റിയിട്ടില്ല. എന്തുകൊണ്ട് മാറ്റിയിട്ടില്ല എന്നുള്ളതിന്റെ കണക്കുകൾ വരുന്നുണ്ട്. അതിന്റെ സമവാക്യങ്ങൾ ഞാൻ പറയണ്ടല്ലോ. വിഷയം അതുമല്ല. മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ കോൺഗ്രസിന്റെ, ഇന്ത്യയിലെ കോൺഗ്രസ് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം സുരക്ഷിതമായ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ്. ഇന്നത്തെ ചർച്ച എന്ന് പറഞ്ഞത് നിങ്ങൾ പലരും സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ നിശ്ചയിക്കാൻ പോകുന്ന നിർണായകമായ ഒരു ചർച്ചയാണ്. തീർച്ചയായും അത് ഗുണപരമായി ഫലപ്രദമായി അവസാനിക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കണം എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ചർച്ച നടത്തുമ്പോൾ എന്തുകൊണ്ട് എന്റെ ഫോക്കസ് അതാണ്, ആരോ നയിക്കട്ടെ, വരികയോ വരാതിരിക്കുകയോ ചെയ്തിട്ട്. പക്ഷെ ഒഴിഞ്ഞു മാറ്റങ്ങൾ, അതിലെ രാഷ്ട്രീയ അടവുകൾ, കോൺഗ്രസ് ആണ് പ്രസ്ഥാനം. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം നിസ്സാരമെന്ന് പറയുന്നതിനോട് ഞാനൊന്ന് ആ റിപ്പോർട്ട് കാണിച്ചതാ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ മാധ്യമപ്രവർത്തകർ എടുത്ത് കാണിച്ചു തരുമോ? പക്ഷെ കിട്ടുന്ന വിവരങ്ങൾ നമ്മൾ പങ്കുവെക്കാറുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്, താങ്കൾക്കും അറിയാലോ, എത്രയോ എഡിറ്റോറിയൽ കോളംസ് താങ്കളുടേതായി പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെറ്റുണ്ടെങ്കിൽ പ്രദീപ് ഇത് തെറ്റാണെന്ന് താങ്കൾ പറയണം. ഞാൻ പേരടക്കം ഞാൻ ലെൻസു, അത് കോൺഗ്രസ് നിങ്ങളല്ല, ആയിക്കോട്ടെ, ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. കൈരളിയൊന്നും പറയണ്ട മാധ്യമപ്രവർത്തനം എന്നുള്ള രീതിയിൽ. ഞാൻ കാര്യം പറയല്ലേ. യെസ്, ലെൻസു ഒരു പരസ്യ കമ്പനിയാണ്. ഇത്രയും ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം. ലെൻസുവിനെ സർവേ ഏർപ്പെടുത്തിയത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ്. എന്തിന്? ഇതെല്ലാം പറയാം. എന്തിന്? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ ഹൈക്കമാൻഡിൽ എത്തിയിട്ടുണ്ട്. എന്താണ് റിപ്പോർട്ട്? വരുന്ന തെരഞ്ഞെടുപ്പിൽ 100 സീറ്റോടുകൂടി ഞാൻ വീണ്ടും അധികാരത്തിൽ വരും. രാഹുൽ ഗാന്ധി മണ്ടനല്ലല്ലോ പഴകുളം മധു. അദ്ദേഹം നിയോഗിച്ച സർവേ സംഘത്തിന്റെ പേരാണ് ലെൻസു ഒരു പരസ്യ കമ്പനിയാണ്. രാഹുൽ ഗാന്ധിക്കായി നടത്തിയ തെരഞ്ഞെടുപ്പ് സർവേയിൽ ലെൻസു പറയുന്നു LDFന് 80-ൽ പരം സീറ്റ് കേരളത്തിൽ കിട്ടും. ഈ വിവരം അറിയാവുന്ന 3 പേരെ ഞാൻ പറഞ്ഞു തരാം. രാഹുൽ ഗാന്ധി കേരളവുമായി ബന്ധപ്പെട്ട്, AK ആന്റണി VM സുധീരന് പാസ് ചെയ്തിട്ടുണ്ട് KPCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ. ഇതാണ് ലെൻസു രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. വരുന്ന സർവേയിൽ വലിയ കണക്കൊന്നും പറഞ്ഞിട്ടില്ല, 80-ൽ പരം സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ LDF അധികാരത്തിൽ വരും. എൻ മാധവൻകുട്ടി, ഇതിന്റെ സാങ്ക്ടി അദ്ദേഹം തിരുത്തും. കോൺഗ്രസ്സുകാർ എൻ മാധവൻകുട്ടി ഇത് ലെൻസു പറയുന്ന രാഹുൽ ഗാന്ധിക്കും AK ആന്റണിക്കും മാത്രം അറിയാവുന്ന രഹസ്യം പ്രദീപിന് കൈവശം കിട്ടി. എന്തായാലും വളരെ അത്ഭുതകരമായി എന്റെ വേവലാതി കൃത്യമായിട്ട് പറയാണ്. ഉമ്മൻചാണ്ടി യുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ തിരിച്ചു വരുന്നതിൻ്റെ ഭീതിയിൽ വോട്ടുകൾ BJPയിലേക്ക് പോകാനുള്ള രാഷ്ട്രീയ സാധ്യത കേരളത്തിൽ വളരെ വളരെ പ്രത്യക്ഷമാണ്. അതുകൊണ്ട് തന്നെ RSSന്റെ വളർച്ച തടയണമെന്നും കോൺഗ്രസ് രണ്ടാമത്തെ ശക്തിയായി കേരളത്തിൽ ഉണ്ടാവുന്നതാണ് ജനാധിപത്യവാദികൾക്ക് നല്ലതെന്നും എന്നുള്ള അടിസ്ഥാന രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഉമ്മൻചാണ്ടിയാണ് ഇനി മുഖ്യമന്ത്രിയാവുന്നത് എന്ന ധാരണ കേരളത്തിലെ വോട്ടർമാർക്ക് കിട്ടി എന്നെങ്കിൽ BJPക്ക് ഇന്നുള്ള 12-13% വോട്ടുകൾ കൂടാനും അവർ അസംബ്ലിയിൽ കയറി പറ്റാനുമുള്ള സാഹചര്യം ഒരുക്കുകയാവും. ഇതെനിക്ക് തോന്നുന്നു കേന്ദ്ര നേതൃത്വത്തിനും അറിയുന്ന കാര്യമാണ്. അത് നമ്മളിങ്ങനെ അറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം. രാഷ്ട്രീയമായിട്ട് ഇപ്പം ലെൻസു നിരവധി ഏജൻസികൾ ഒരേ സമയം പ്രവർത്തിക്കും. കേന്ദ്ര സർക്കാരിലാവുമ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോ ഉണ്ട്, സംഘടനാ രീതികളുണ്ട്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പോലും അതിൻ്റെ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കും. അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമല്ല മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നഷ്ടപ്പെടുന്ന ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് പോകുമോ? അത്
എന്തായിരിക്കും ആ ഫലമുണ്ടാക്കുന്നത്? കേരളത്തിലെ നായർ സമുദായത്തിൻ്റെ ഒരു ശതമാന കണക്കെടുക്കുകയാണെങ്കിൽ BJPക്ക് കിട്ടുന്ന വോട്ടുകളിൽ ബഹുഭൂരിപക്ഷം ആ സമുദായത്തിൽ നിന്നാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ സുധീരനെ പോലെ ഒരു ജാതി സമവാക്യത്തിലും യാതൊരു സ്വാധീനവുമില്ലാത്ത ഒരു പക്ഷേ മദ്യവിരുദ്ധ ലോബിയുടെ ഒരു പിന്തുണ മാത്രമായിരിക്കും അദ്ദേഹത്തിന് 1-ാം നമ്പർ കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കാനുള്ളത്. അതുപോലെ എ ഗ്രൂപ്പിൻ്റെ മാത്രം 1-ാം നമ്പർ സ്ഥാനാർത്ഥിയാണ് ഉമ്മൻചാണ്ടി. എനിക്കറിഞ്ഞൂടാ NSSൻ്റെയോ നായർ സമുദായത്തിൻ്റെയോ 1-ാം നമ്പർ സ്ഥാനാർത്ഥിയാണോ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല എന്നറിഞ്ഞുകൂടാ. ഇതാണ് സമവാക്യം. ഇതിൽ ജനാധിപത്യവാദികൾ ഭയപ്പെടേണ്ടത് കോൺഗ്രസ് പാടത്തറ പറ്റുന്ന ഒരു രാഷ്ട്രീയം. CPM വിജയിക്കണം, ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയം നിലനിൽക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ തകർച്ചയിൽ നിന്ന് ഇവിടെ BJP എന്ന രാക്ഷസീയ ശക്തി ജനങ്ങളെ വിഭജിപ്പിക്കുന്ന, തമ്മിലടിപ്പിക്കുന്ന, മുസ്ലിം വിരുദ്ധതയിലും ക്രിസ്ത്യൻ വിരുദ്ധതയിലുമുള്ള ഒരു രാഷ്ട്രീയം ഇവിടെ മേൽക്കൈ നേടരുത്. ഇതാണ് രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വ തീരുമാനം ബാധിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തമുള്ള ഒരു ഇടതുപക്ഷ ജനാധിപത്യ വിശ്വാസിയെ അങ്കലാപ്പിലാക്കുന്നത്. ഒരു കാര്യം കൂടി ചിന്തിക്കണം. ഇതിനിടയ്ക്കാണ് ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും ഒടുവിലത്തെ ഉമ്മൻചാണ്ടി സ്തുതി. ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി മുതലാളി കോലി സഖ്യത്തിനുള്ള പാലം പണിയുടെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നു. അത് നിങ്ങൾ മറക്കരുത്. അതാണ് ഞാൻ അപകടകരമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നത്. കാരണം BJPക്ക് ഈ വെള്ളാപ്പള്ളി മുതലാളിയുടെ ശക്തിയും ദൗർബല്യവും മനസ്സിലായ ഒരു കാലഘട്ടത്തിൽ മുതലാളിയുടെ ഈ കോൺട്രാക്ട് പണി വളരെ അപകടകരമാണ് രാഷ്ട്രീയത്തിൽ. സജീവനിലേക്ക് താങ്കൾക്ക് പോകാനുള്ളത് അറിയാം. സജീവൻ, N. മാധവൻകുട്ടി പറഞ്ഞ ആ അവസാന നിലപാട് പ്രഖ്യാപനം, നിലപാടിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ആ വിലയിരുത്തൽ, അതിന്റെ അപകടം അദ്ദേഹം ഭയക്കുമ്പോൾ ആ അർത്ഥത്തെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ടതുണ്ടോ? അതിന്റെയൊക്കെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. സജീവൻ. അല്ല, തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പോലെയല്ല. ഒന്നുകിൽ UDF LDF ഭരിക്കും, ഒരാൾ പ്രതിപക്ഷത്തിരിക്കുന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ BJP അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതയാണ്. ആ അക്കൗണ്ട് തുറക്കൽ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടായാലും നമുക്കറിയാം, ദേശീയ തലത്തിലുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ കേരളത്തിൽ ഭീകരമായുള്ള അവസ്ഥകളിലേക്ക് പോകും. തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആള് അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹത്തെ വിശേഷിപ്പിച്ച അവസരവാദ രാഷ്ട്രീയമാണെന്നാണ്. അദ്ദേഹം എന്തിനും മടിക്കാത്ത രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരാളാണ്. ഇവിടെ കോൺഗ്രസിനെ നയിക്കേണ്ടത് ഉമ്മൻചാണ്ടി ആയാലും സുധീരനായാലും ചെന്നിത്തലയായാലും. പക്ഷേ ഇവിടെ സംഭവിക്കാതിരിക്കേണ്ടത് ഇവിടെ കോൺഗ്രസിന്റെ പതനമാണ്. കോൺഗ്രസിന്റെ പതനത്തിലേക്കുള്ള സാധ്യതകൾ നമുക്കറിയാവുന്ന കഴിഞ്ഞ 5 വർഷത്തെ സുവർണ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. ആ പ്രശ്നം കൊണ്ട് തന്നെ പതനത്തിന് സാധ്യതയുണ്ട്. അതിന്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് BJP ഇവിടെ ശക്തമായിട്ട് ഒന്നും വന്നില്ലെങ്കിൽ പോലും ഒരു 4-5 സീറ്റ് പിടിക്കാനുള്ള താല്പര്യം അവർക്കുണ്ട്. 1-2 കിട്ടിക്കഴിഞ്ഞാലും അതുണ്ടാക്കുന്ന പ്രശ്നമാണ്. കേരളത്തിന് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഉണ്ടാകുന്ന ഇതേ തരത്തിലാണ്, ദേശീയ തലത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നതെങ്കിൽ വലിയ സാമുദായിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ കോൺഗ്രസിന്റെ പതനത്തിന് വഴിവെക്കാതിരിക്കുക എന്ന് പറയുന്നത് അവസരവാദ രാഷ്ട്രീയത്തിന്റെ ആളുകൾക്ക്, എനിക്ക് കറ പുരണ്ട രാഷ്ട്രീയത്തിന്റെ ആളുകൾക്ക് അവർ മാറി നിന്നുകൊണ്ടാണ് ശരിക്കും പാർട്ടിയെ രക്ഷിക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. JR പത്മകുമാറിലേക്ക് വരുന്നുണ്ട്. അതിന്റെ ഇതിലേക്ക് VM സുധീരൻ ദില്ലിയിൽ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അങ്ങനെ ഒരു തരത്തിലേക്ക് ചർച്ച കൊണ്ടുപോകേണ്ടതില്ല. ഇന്നത്തെ യോഗത്തിൽ, ഇന്നത്തെ ചർച്ചയിൽ അതൊന്നും കടന്നു വന്നില്ല. യുവാക്കൾക്ക് ശതമാനത്തിന്റെ അല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജയസാധ്യത, ജനസ്വീകാര്യത, ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി തീർച്ചയായും ആ നിയോജകമണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും സ്വീകാര്യനാകുക എന്നത് പരമപ്രദമായ കാര്യമാണ്. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായി ചെറുപ്പക്കാരുടെ സാന്നിധ്യം, വനിതകളുടെ സാന്നിധ്യം, മറ്റ് എല്ലാ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽപ്പെട്ടവരുടെ ന്യായമായ പ്രാതിനിധ്യം, അതെല്ലാം ഒരു സാമൂഹ്യ സന്തുലിതാവസ്ഥ ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ വിഭാഗങ്ങളോടും ഇതിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി നീതി ചെയ്തുകൊണ്ട് നല്ലൊരു ലിസ്റ്റ് കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കും നടത്തുക. അതായത് DCC പ്രസിഡന്റ്, ജില്ലയുടെ ചുമതല വഹിക്കുന്ന KPCC ജനറൽ സെക്രട്ടറി, പുറമെ
പ്രാദേശിക സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം ഓരോ ജില്ലകളിലേക്കും പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുള്ള സീനിയറായിട്ടുള്ള നേതാക്കന്മാർ. ഇവർ 3 പേരും ചേർന്നാണ് പ്രാഥമികമായി ജില്ലാ തലത്തിൽ പാർട്ടി ഘടകങ്ങളുടെയും മറ്റ് പ്രധാന നേതാക്കളുടെയും അഭിപ്രായം ആരായുക. അല്ല, ജില്ലാ താഴെ തലത്തിലുള്ള ആരൊക്കെ അഭിപ്രായം തേടണോ അതൊക്കെ ആയിട്ട് അഭിപ്രായം തേടുക. ആ അഭിപ്രായം തേടി അവരുടെ പ്രാഥമിക റിപ്പോർട്ട് എത്രയും വേഗത്തിൽ KPCCക്ക് നൽകണം. ആ പ്രാഥമിക റിപ്പോർട്ട് അവരുമായി മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, KPCC പ്രസിഡന്റ് അവരുമായി ചർച്ച നടത്തി ഒരു യെസ്, പ്രാഥമിക ചർച്ചകളാണ്. ഏതു തരത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം അടക്കം വരേണ്ട കാര്യങ്ങൾ മാത്രമേ ദില്ലിയിൽ ചർച്ചയായിട്ടുള്ളൂ. അത് നിൽക്കുമ്പോൾ എൻ മാധവൻകുട്ടി ചൂണ്ടിക്കാണിച്ച അപകടം, അതോടൊപ്പം തന്നെ അതിന് സജീവൻ അടിവരയിടുകയാണ്. അപ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇന്നലെ ഉച്ചയ്ക്ക് തിരിഞ്ഞ് വടക്കാഞ്ചേരി മണ്ഡലം BJP പ്രവർത്തക യോഗത്തിൽ മുളങ്കുന്നത്തുകാവ് കലാസമിതി സ്കൂളിൽ ചേർന്ന BJPയുടെ യോഗത്തിൽ ഉണ്ടായ ചില തർക്കം, കോൺഗ്രസിന് വോട്ട് കച്ചവടം ചെയ്യുന്നതിനെ ചൊല്ലിയാണ് തർക്കം. ഇന്നലെ നടന്ന സംഭവം അതേപടി പറയുമ്പോൾ എൻ മാധവൻകുട്ടിയും A സജീവനും ഉയർത്തിയ ആശങ്ക വരുന്ന തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം വലുതാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സ്തുതിക്കുന്നതിന്റെ അടിസ്ഥാനം താങ്കൾ ഉയർത്തിയ വിഷയം അതാണ്. A സജീവൻ അതിന് അടിവരയിടുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിക്ക് പഴയ കോലി സഖ്യത്തിന്റെ പുതിയ ചുമതല സമാനമായി. യെസ്, അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അത് ഒരിക്കലും JR പത്മകുമാർ അംഗീകരിക്കാൻ പോകുന്നില്ല. ഉണ്ടോ? അല്ല, എനിക്ക് താങ്കളിലേക്ക് വരും. അങ്ങനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ ഒരു ഉദാഹരണമായി ചെറിയൊരു സംഭവം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. മുളങ്കുന്നത്തുകാവ് നടന്ന വടക്കാഞ്ചേരി മണ്ഡലവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കൂടി അവിടെ RSS ഉയർത്തിയ ഒരു ചോദ്യം, ആരോപണം, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ പണം വാങ്ങി കോൺഗ്രസിന് വോട്ട് കച്ചവടം ചെയ്യാനുള്ള BJP നേതാക്കളുടെ ശ്രമം അംഗീകരിക്കാൻ പാടില്ല. അതവിടെ നിർത്തുന്നു. ഞാനത് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. എൻ മാധവൻകുട്ടി A സജീവൻ പറഞ്ഞ ആ ഭയത്തെ BJP എങ്ങനെ കാണും? ഇത് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ CPM-ഉം കോൺഗ്രസും കൂടി വോട്ട് കച്ചവടത്തിനല്ലേ ഇപ്പൊ ശ്രമിക്കുന്നത്. ബംഗാളിൽ ഇപ്പൊ എന്താ ചെയ്യുന്നത്? BJP-യെ അല്ലെങ്കിൽ വളർച്ച തടയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ TMC തൃണമൂൽ കോൺഗ്രസിന്റെ വളർച്ച തടയാൻ വേണ്ടിയിട്ട് യോജിക്കുന്നു. ഇവിടെ ഇപ്പൊ മാധവൻകുട്ടി പറഞ്ഞു വന്നതിന്റെ മൊത്തം കാര്യം എന്താ? ഈ BJP-യുടെ വളർച്ച തടയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പരീക്ഷിക്കണമെന്ന്. അപ്പൊ എനിക്കൊരു സങ്കടം തോന്നുന്നത് 1964 ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ നിന്ന് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള 10-32 പേര് ഇറങ്ങി വന്നത് വെതാവായി പോയല്ലോ എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ സോമനാഥ് ചാറ്റർജി നല്ല പാർലമെന്റേറിയനാണ്. അദ്ദേഹത്തിന് എന്തിനാ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? അന്ന് എമ്മനും തെമ്മനും കമ്മ്യൂണിസ്റ്റല്ല, ചേലാട്ടച്ചു പണ്ടേ അല്ല എന്ന് പറഞ്ഞ കാരണം കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടിയതുകൊണ്ടാണ്. ഇപ്പൊ അതിനേക്കാൾ വലിയ ആവേശത്തിൽ ഈ കോൺഗ്രസിന്റെ മൂടുതാക്കാൻ വേണ്ടി നടക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ ദയനീയമാണ്. പ്രസ്ഥാനത്തിന്റെ വളർച്ചയല്ല. പിന്നെ വോട്ട് കച്ചവടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ BJP-യെ കുറിച്ച് അങ്ങനെ ആരും പറയില്ല. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിൽ 17 ലക്ഷം വോട്ടാണ് കൂടുതൽ ഞാൻ കിട്ടി. 28 ലക്ഷം വോട്ട്. അതിനു മുമ്പ് 11 ലക്ഷമായിരുന്നു. CPM ഉൾപ്പെടുന്ന മുന്നണിക്ക് 5 ലക്ഷം വോട്ട് കുറഞ്ഞു. കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണിക്ക് 9 ലക്ഷം വോട്ട് കുറഞ്ഞു. ഞങ്ങൾക്ക് 17 ലക്ഷം വോട്ട് കൂടി. ഞങ്ങൾ വോട്ട് കച്ചവടം നടത്തിയത് ആരെങ്കിലും പറയൂ? ഒരിക്കലും പറയില്ല. ഇതെല്ലാം വെറുതെ പ്രചരണമാണ്. ഈ BJP-യെ എതിർക്കുന്നതിന് ഇത്രയും പാടുപെടേണ്ട കാര്യമുണ്ട്? ഞങ്ങൾ ജനാധിപത്യ രീതിയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഈ RSS ഒക്കെ വളർന്നുപോയി എന്നുള്ള. ഞങ്ങൾ RSS കേരളത്തിൽ പ്രവർത്തനം തുടങ്ങുന്നത് 1940-ലാണ്. ഓരോ ഘട്ടത്തിലും ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ആ സംഘടന ഇന്ന് കേരള സമൂഹത്തിന്റെ എല്ലാ മേഖലയും സ്പർശിക്കാൻ കഴിവുള്ള ഒരു സംഘടനയായി മാറിയിട്ടുള്ളത്. ജനാധിപത്യ രീതിയിൽ കൂടി തന്നെയാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു. എനിക്കൊരു ചോദ്യമായിട്ടുള്ളത്, ഞാനൊരു പുതിയ കാലത്ത് സംവദിക്കുന്ന ഒരാളായത് കൊണ്ട് കൂടിയാണ്. ചരിത്രം എനിക്ക് പഠനം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇയർ ശ്രദ്ധിച്ചു കാണുമല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പേരുകൾ, അവരുടെ കാലഘട്ടം, തീരുമാനം, ഒരു പുതിയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താങ്കൾ അടക്കം ഈ നിലപാടെടുക്കുമ്പോൾ വീണ്ടും ആ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ്, 4 വാൾസ്, ആ രീതിയിൽ തന്നെയാണോ പോകേണ്ടത്? പുതിയ കാലത്തുള്ള മാറ്റങ്ങൾ അനുസരിച്ച് JR പത്മകുമാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മറുപടി ഉണ്ടോ താങ്കൾ? തീർച്ചയായിട്ടും. അതേ ഇപ്പം പത്മകുമാർ പറഞ്ഞതുപോലെ RSS വളർന്നില്ല എങ്കിൽ എനിക്ക് ഞാൻ എങ്ങനെയാണ് ഭീതിപ്പെടുക? അപ്പൊ ആരും വളർച്ചയെ ചോദ്യം ചെയ്യുന്നില്ല പത്മകുമാർ. നിങ്ങൾ RSS-ന് അനുകൂലമായ നിലപാടെടുക്കുന്നു. ഞാൻ RSS-നെ രാഷ്ട്രത്തിനൊരു അപകടമായി കാണുന്നു. അതിന്റെ എന്റെ രാഷ്ട്രീയ മൂല്യങ്ങൾ താങ്കളിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ താങ്കൾ വളർന്നില്ല എങ്കിൽ താങ്കളുമായിട്ട് സംസാരിക്കാൻ തയ്യാറാവില്ല. ഈ കാര്യത്തിൽ ചർച്ചയ്ക്ക് ഞാൻ വരില്ല. കാരണം പിന്നെ കോൺഗ്രസും CPM-ഉമായി വെസ്റ്റ് ബംഗാളിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള
ഒരുപക്ഷെ സാധ്യമാകേണ്ട ഒരു അലിഖിത അല്ലെങ്കിൽ അനൗദ്യോഗികമായിട്ടുള്ള സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അതായത് സീറ്റ് തമ്മിലുള്ള സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ്, അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമാണെന്നുള്ളത് അത് മറച്ചു വയ്ക്കുന്നതല്ല. അവിടെ വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, അതായത് അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിനെ എതിർക്കുന്നതിന് വേണ്ടി നടത്തിയ അടവുപരമായ നയത്തിന് അതിന് സമാനമാണ് വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഫാസിസ്റ്റ് ലുംപൺ രാഷ്ട്രീയം. അത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുപോലെ സഹിക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അവിടെ RSSനെയും തൃണമൂൽ കോൺഗ്രസിനെയും ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാദേശിക തലത്തിലുള്ള സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്സിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നയാളാണ്. അത് സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഒരു അടിയന്തര മൂർത്ത സാഹചര്യത്തെ നേരിടുന്നതിനുള്ള ഒരു പാർട്ടിയുടെ തീരുമാനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം RSSകാർക്ക് മനസ്സിലാവേണ്ടതാണ്. കാരണം ഓരോ 4-5 സീറ്റിന് വേണ്ടി സ്വന്തം മൂല്യങ്ങൾ കച്ചവടം ചെയ്യുന്നതല്ല, ഏതെങ്കിലും നേതാവ് ജയിക്കാൻ വേണ്ടി രാഷ്ട്രീയം മാറ്റുന്നതല്ല. ഇന്ത്യയുടെ ഭാവി RSSന്റെ നിയന്ത്രണത്തിൽ വരുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രത്തെ, ഹിന്ദു രാഷ്ട്ര സൃഷ്ടിയെ ഭയപ്പെടുകയും അതിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്തൊരു പ്രസ്ഥാനമാണ് CPM ഇടതുപക്ഷവും. അതിന്റെ അടവ് നയമാണ് വെസ്റ്റ് ബംഗാളിൽ. കേരളത്തിൽ CPMന് മാത്രമേ RSSന്റെ വളർച്ചയെ തടുത്തു നിർത്താൻ കഴിയുകയുള്ളൂ. ഒറ്റ ഉദാഹരണം കോൺഗ്രസ് സുഹൃത്തുക്കൾക്ക് മനസ്സിലാവാനായിട്ട്, ഏറ്റവും ഒടുവിൽ വോട്ട് കച്ചവടം നിൽക്കട്ടെ, കോലീബി, വടകരയും ബേപ്പൂരും ഒന്നും വെറും ഭാവനയല്ല, അത് കേരളത്തിൽ നടന്ന കാര്യങ്ങളാണ്. മുകുന്ദൻ ഇവിടെ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. മുകുന്ദനെ തിരിച്ചു വരാൻ കേരളത്തിലെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് കോൺഗ്രസുമായിട്ടുള്ള വോട്ട് കച്ചവടത്തിന്റെ ചരിത്രം തന്നെ. ഇനി അതല്ല, അതിലേക്ക് പോട്ടെ. വേറൊരു കാര്യം കൂടി ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് കാണേണ്ടത്, കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ UDF കക്ഷികൾ കോൺഗ്രസിലെ മാറ്റങ്ങളെ എങ്ങനെ കാണുന്നു നാം ചർച്ച ചെയ്തിട്ടില്ലല്ലോ. എന്താണ് ഇപ്പൊ KC അബു ഇന്ന് കോഴിക്കോട് പറഞ്ഞത്? UDFന്റെ കുത്തക കോൺഗ്രസിൽ നിന്ന് മാറ്റി വച്ചിരിക്കുന്ന ലീഗ് സീറ്റുകൾ കോൺഗ്രസ് ചോദിക്കണമെന്ന്. അപ്പൊ കോൺഗ്രസിൽ നടക്കുന്ന രാഷ്ട്രീയം അതിന് മാത്രമായി ഒതുക്കാൻ കഴിയുകയില്ല. ഏത് തരത്തിൽ പോകുന്നു എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടിയും KM മാണിയും, KM മാണി ആരുടെ കൂടെ നിൽക്കുമെന്നുള്ളതിനെ കുറിച്ചും എനിക്ക് സംശയമുണ്ട്. ഒരു പക്ഷേ BJPയോടൊപ്പം പോവാനുള്ള സാധ്യതയും ഞാൻ തള്ളിക്കളയുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അണികളോട് അദ്ദേഹം പറയുന്നത് തീരുമാനിക്കാൻ വരട്ടെ. എനിക്ക് പറയാനുള്ളത്, മാർക്സിസ്റ്റ് പാർട്ടി സത്യസന്ധമായി പറയണം. വേളി പാടില്ല സംബന്ധമാകാമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കാതെ ഞങ്ങൾ കോൺഗ്രസുമായി കൂട്ടുകൂടുമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനത എങ്ങനെ പ്രതികരിക്കുന്നു അപ്പൊ കാണാൻ നമുക്ക്. ഇതിപ്പോ പറഞ്ഞ കോലീബി സഖ്യവും BJPയുടെ ഇതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ത്യയിൽ കോൺഗ്രസ് വർഗീയ ശക്തികളെ തോൽപ്പിക്കാനും BJPയെ പരാജയപ്പെടുത്താനും CPMനെ കഴിയുമെന്നുള്ളത് ഈ കാലഘട്ടത്തിൽ 1% ആൾക്കാർ പോലും തോന്നില്ല. കേരളത്തിൽ പോലും അതൊരു സാധ്യതയില്ല. അതൊരു തമാശ. എന്നാൽ യാഥാർത്ഥ്യം നമ്മളെല്ലാവരും പറഞ്ഞ ആരും പറഞ്ഞ കേൾക്കില്ലല്ലോ. ഒരു 30 സെക്കൻഡ്, ഓക്കെ, 29 സെക്കൻഡ് നിർത്തിയേക്കാം. ഈ കോൺഗ്രസ് ലീഗ് BJP സഖ്യത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു കേരളത്തിൽ കൃത്യമായിട്ടും. പക്ഷേ ശ്രീ മാധവൻകുട്ടി, ശ്രീ സജീവനും ഉന്നയിച്ച ആ ഒരു ഭീഷണി നിലനിൽക്കുന്നു. അതായത് BJP സംഘപരിവാർ കക്ഷികളിൽ BJP കേരള നിയമസഭയിലേക്ക് കടന്നു വരാനൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതിനെ അപകടകരമായ ഒരു വാർണിംഗ് ആയിട്ട് നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റു ചർച്ചകൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ആ ഒരു അപകടം അവിടെ നിൽക്കേ മറ്റേ വെള്ളാപ്പള്ളി നടേശൻ ഇനിയിപ്പം എത്ര മറ്റേ പണ്ട് കോമൺ റെയിൽവേയിലേക്ക് സപ്ലൈ അല്ല, ഈ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ മറ്റേ ഭാരതീയ ധർമ്മസേനയാണ്. അത് അവരൊന്നുമായിട്ട് ഇനി പഴയ പോലെ കാലത്തേക്ക് കോൺഗ്രസിനും കോൺഗ്രസ് ലീഗ് അല്ലെങ്കിൽ ലീഗ് ഒരു മുന്നണി തന്നെയാണല്ലോ കോൺഗ്രസ് എൻ മാധവൻകുട്ടിയും A സജീവനും പറഞ്ഞ ആ ഭീതി, അപകടം താങ്കൾ തിരിച്ചറിയുന്നു, നിലനിൽക്കുന്നുണ്ട്. എൻ മാധവൻകുട്ടി അത് അടിസ്ഥാനം വിടുമ്പോൾ അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനങ്ങൾക്കാണ് ഏതൊരു പുതിയ കാല രാഷ്ട്രീയവും ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ നിരാശപ്പെടുത്തുന്ന കോൺഗ്രസ് സുഹൃത്തുക്കളോട് ചെറിയ കാര്യം പറയുകയാണ്. ഇത്ര ഈ ഭയം നിങ്ങൾ പങ്കുവെക്കുന്നുവെങ്കിൽ ഏറ്റവും ഒടുവിൽ നടന്ന മൂർത്തമായ ഒരു കാര്യം, കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം, അതിന് ഒരു ലോഗോ ഉണ്ടായിരുന്നു. ഓരോ വീട്ടിലും ഓരോ സ്ത്രീകളും ഓരോ കുടുംബിനെയും തിരിച്ചറിഞ്ഞിരുന്ന ലോഗോ അത് മാറ്റി താമരയുടെ ലോഗോ നിർമ്മിച്ചു കൊടുത്തിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ BJPയെയും RSS എൻ മാധവൻകുട്ടിയും മാധ്യമപ്രവർത്തകരായ 3 പേർ അവരുടെ ആ
പ്രവർത്തന പാരമ്പര്യം, രാഷ്ട്രീയത്തിന്റെ പ്രവർത്തന പാരമ്പര്യത്തിന് അപ്പുറത്തേക്ക് ഞാനിവിടെ അടിവരയിടാൻ ആഗ്രഹിക്കുന്നത് ഒരു അവതാരകൻ എന്നുള്ള രീതിയിൽ, ചർച്ച നയിച്ച വ്യക്തി എന്നുള്ള രീതിയിൽ 3 പേരുടെ നിലപാടുകൾ. എൻ മാധവൻകുട്ടി, അതോടൊപ്പം എ സജീവൻ, അതിനെ വീക്ഷണം പ്രസിഡന്റ് എഡിറ്ററായ ജെ അജിത് കുമാറും പിന്തുണയ്ക്കുമ്പോൾ പുതിയ കാല കേരള രാഷ്ട്രീയത്തിൽ ഫാസിസ്റ്റ് വിത്തുകളുടെ അപകടത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. അത് തന്നെയാണല്ലോ മാധവൻകുട്ടി? യെസ്, ആ തീർച്ചയായും എന്ന പറച്ചിലിനെ സംവാദമാക്കി മാറ്റി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അത്തരം ഭീതിയുടെ നിലപാടു തറകളെ ഏതു തരത്തിൽ പ്രതിരോധിക്കണമെന്നുള്ള ചിന്ത ഈ ചർച്ചയിൽ നാം ഉയർത്തിക്കൊണ്ട് പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.